പി ജെയിംസ് ഗസ യുദ്ധം ഏറ്റവും മാന്യമായി ഏറ്റവും അതിൻ്റെതായ രൂപത്തിൽ അവതരിപ്പിച്ച ഒരു മാധ്യമ പ്രവർത്തകനാണ്, റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകനാണ് പി ജെയിംസ്. അതിൻ്റെ പേരിൽ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ കല്ലേറുകൾക്കൊരു കണക്കും മട്ടുമില്ല. അദ്ദേഹത്തിന് ശരിയായ പേര് പുന്നേലിപ്പറമ്പിൽ പത്രോസ് മകൻ ജെയിംസ് എന്നാണ്. ഒരുപാട് കാലം മാധ്യമപ്രവർത്തകനാണ്, ഒരുപാട് കാലമായിട്ട് മാധ്യമപ്രവർത്തകനാണ്. വലിയ വലിയ പ്രശസ്തരായ വ്യക്തികളൊക്കെ അഭിമുഖം നടത്തിയ ഒരു നല്ല റിപ്പോർട്ടറാണ് പി ജെയിംസ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വന്നാൽ അതിന്റെ താഴെ ഉള്ള കമന്റുകൾ കൂടുതലും അൽ കോയ, അൽ പി ജമാൽ, അൽ പി ജെയിംസ്, അൽ സുഡു, അൽ പാകിസ്ഥാനി, അങ്ങനെ അതായത് ഇസ്ലാമികമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഏതെങ്കിലും സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലുള്ള സംഘടനകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് ചാർത്തി അതിന് പുറമെ ഇഷ്ടംപോലെ തെറികള്. അപ്പൊ അദ്ദേഹം എന്താ തെറ്റ് ചെയ്തു വെച്ചാല് അത് തെറ്റെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല, മനുഷ്യർ പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ചെയ്ത പ്രവൃത്തി ഒരു മാധ്യമ പ്രവർത്തകനെ എങ്ങനെയായിരിക്കണം അത് ചെയ്തു. അദ്ദേഹം മനുഷ്യപക്ഷത്ത് നിന്ന് ഇസ്രായേൽ ഗസ യുദ്ധം അത് അതിന്റെ ഏറ്റവും നല്ല വൃത്തിയിൽ അവതരിപ്പിച്ചു. അത് എങ്ങനെ സംഭവിക്കുന്നത്, അത് അതുപോലെ ഏതെങ്കിലും ഒരു പക്ഷം ചേരാതെ മനുഷ്യപക്ഷം, അത് മനുഷ്യപക്ഷം തന്നെ ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന് പറയാൻ പറ്റില്ല, യഥാർത്ഥ പക്ഷം ചേർന്ന് കൃത്യമായിട്ട് അദ്ദേഹം ആ വിഷയം അവതരിപ്പിച്ചു. അതാണിപ്പോ അദ്ദേഹം ചെയ്ത തെറ്റായിട്ട് നമുക്ക് തെറ്റെന്ന് പറഞ്ഞെങ്കിൽ ആരാണ് പറയാൻ പറ്റില്ല, സഹിക്കാൻ കഴിയുന്നില്ല. ഇവിടുന്ന് പല ആളുകൾക്കും മൂപ്പര ഒരു സത്യസന്ധമായിട്ട് അവിടുന്ന് അവതരിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഒരു വീഡിയോ അങ്ങോട്ട് വന്നാൽ മതി, അടിച്ചു കയറിക്കാണ്ടുള്ള വിമർശനം. പക്ഷെ ഇതൊക്കെ സഹിച്ച് ഒരുപാട് ആരോപണങ്ങളും വിമർശനങ്ങളും സഹിച്ച് സധൈര്യം മുന്നോട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ ഇന്ന് കേരളത്തില് ഇത്രയും നിഷ്പക്ഷമായിട്ടും ഇങ്ങനത്തെ യുദ്ധങ്ങളതും വളരെ മാന്യമായി അവതരിപ്പിച്ച മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഇല്ല. അദ്ദേഹം 24 ന്യൂസിലാണ്. പറയാം 24 ന്യൂസാണ് മറ്റുള്ള എല്ലാ ഇതിനെ അപേക്ഷിച്ചും യുക്രൈൻ റഷ്യ യുദ്ധം, അതുപോലെ ഈ പറഞ്ഞ ഗസ യുദ്ധം, ഇപ്പൊ ഗസ സമാധാനത്തിലേക്ക് അതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഒരു ചാനല് 24 ആണ്. അതിലെ ഒരു റിപ്പോർട്ടറാണ് പി ജെയിംസ്. അപ്പൊ നമ്മളെ നാടിന്റെ അവസ്ഥയാണ് ഇത്. പലർക്കും ജെയിംസ് ഇന്നത്ര ഗർഭിണികൾ മരിച്ചു, അൽ ജെയിംസ് ഇന്നത്ര ഗർഭിണികൾ മരിച്ചു, അൽ ജെയിംസ് ഇന്നത്ര കുട്ടികൾ മരിച്ചു, അതൊക്കെ ആയിരിക്കും അതിന്റെ അടിയിൽ ഇങ്ങനെ കമന്റ്. എന്നിട്ട് അതിന്റെ അടിയിൽ കുറച്ച് കഴിഞ്ഞാൽ പുസ്തകം വായിച്ചതിന്റെ ഗുണം ആണ് ഗസയിൽ അനുഭവിക്കുന്നത്. അത് എന്ന് പറഞ്ഞാല് ഉദ്ദേശിച്ചത് ഖുർആൻ വായിച്ചതിന്റെ ഗുണമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഹീരോഷിമയിൽ ആറ്റം ബോംബ് വീണത് ഏത് പുസ്തകം വായിച്ചിട്ടാണ്? നമ്മൾ ഏത് പുസ്തകത്തിന് ഉദ്ദേശിച്ചില്ല കേട്ടോ, ഒന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞപ്പോടെ പോൾ ഹാർബറിൽ ആക്രമിച്ചിട്ടാണ് അതിന്റെ അടിയിൽ കമന്റ്. അപ്പം പോൾ ഹാർബർ ആക്രമിച്ചത് ഏത് പുസ്തകത്തിന്റെ വെള്ളത്തിൽ വെച്ച്? പിന്നെ മറുപടി ഇല്ല. ഒന്നാം ലോകമായത്, രണ്ടാം ലോകമായത്, ഇതൊക്കെ ഉണ്ടായത് അതൊന്നും ഒരു പുസ്തകത്തിന്റെ ബലത്തിലോ ഒന്നുമല്ല. ഇത് പറഞ്ഞാൽ എന്താ ഒരു വൈരാഗ്യം, ഒരു ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സത്യസന്ധമായിട്ട് ഒരു സമുദായത്തിന്റെ പേരില് ഉള്ള ന്യൂസ് അത് അതുപോലെ സമുദായത്തിനെ ബാധിക്കുന്നതാണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ സമുദായത്തിന് അനുകൂലമാണ് തോന്നിക്കാണ്ട് അത് പറയുന്ന ആളുകളെ അങ്ങേയറ്റം അപമര്യാദമായിട്ട് ഇതാകുന്ന ഒരു തരം സമീപനം എന്തൊരു കഷ്ടമാണ്. അതും നമ്മളൊക്കെ ഇത്തരം വിദ്യാഭ്യാസമല്ല. ഇപ്പോ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് അധ്യാപകര് തെക്കൻ ജില്ലയിൽ നിന്ന് വന്ന അച്ചായന്മാരായിരുന്നു. വളരെ ബഹുമാനത്തോടെ നമ്മളോടൊക്കെ എത്ര മാന്യമായിട്ട് എത്ര നല്ല പെരുമാറ്റമാണ് അവർ കാഴ്ചവെച്ചിട്ട്. ഒരു വർഗീയതയുടെ ഒരു ലാഞ്ചന പോലും നമ്മൾ അന്ന് അവരിൽ കണ്ടിട്ടില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് ഈ ഇന്റർനെറ്റ് രീതിയിലൊക്കെ അവരിൽ നിന്ന് പെട്ട ഇപ്പോഴത്തെ തലമുറയില് കുറെ ആളുകള് അതോടുകൂടി ശരിക്കൊരു ബഹുമാനം, സ്വയം ബഹുമാനം നഷ്ടപ്പെടുത്തിയ സമൂഹം വരെ ഞാനൊരു വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് വളരെ ബഹുമാനമുള്ള വിദ്യാഭ്യാസം ഇതൊക്കെ നേടിയ വ്യക്തിയോട് പൊതുവെ ബഹുമാനം തോന്നുന്നു. പക്ഷെ ഇങ്ങനത്തെ പ്രവൃത്തി കാണുമ്പോൾ മറ്റുള്ളവരെ കൂടി, അതിലും ഇഷ്ടംപോലെ നല്ല ആൾക്കാരുണ്ട്. അപ്പൊ പി ജെയിംസും ഇതിൽ പെട്ട ആളാണല്ലോ, ഇഷ്ടംപോലെ നല്ല, അവർക്ക് കൂടി ദോഷം ചെയ്യുന്ന കോലത്തിലാണ് പലരുടെയും പ്രവൃത്തി. ഏതായാലും പി ജെയിംസിന് നമ്മളെ മനസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നമ്മളെ മനസ്സിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.